പ്രദീപ് രംഗനാഥിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ലൈക്കിൻ്റെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന് ഏകദേശം 95 കോടി രൂപയോളമായിരുന്നു ബഡ്ജറ്റായി വന്നിട്ടുള്ളത്. പ്രദീപ് രംഗനാഥ് എന്ന ഒരു സക്സസ് ഫോർമുല ലേബലിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ ഏകദേശം 70 കോടി രൂപയോളം ചിത്രത്തിന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന മെയ് 6 മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിൽ OTT റിലീസിനെത്തിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ആദ്യം തന്നെ കമൻസ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. ആദ്യം തന്നെ ചോദിച്ചുള്ളത് ഭരതനാട്യം 3 സംഭവിക്കുമോ എന്നാണ്. ഫസ്റ്റ് പരാജയപ്പെട്ട് സെക്കൻഡ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയതോടുകൂടി തന്നെ സെക്കൻഡ് വിജയിച്ചാൽ തേർഡ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹിറ്റ് ആയതോടുകൂടി തന്നെ തേർഡ് വരുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തതായി ചോദിച്ചിട്ടുള്ളത് 3.0 എന്ന ചിത്രത്തെ പറ്റിയാണ്. എന്തിനും ഹിറ്റായി ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ള പ്രതീക്ഷ ആൾക്കാരിരുന്നിട്ട് അവർക്കെല്ലാം വമ്പൻ നിരാശ തന്നെ സമ്മാനിച്ചൊരു പടമായിരുന്നു 2.0. ഇനി 3.0 വരുമെന്ന് തോന്നുന്നില്ല. കാരണം അമ്മാതിരി ഒരു ലോസ് സംഭവിച്ചില്ലെങ്കിൽ പോലും നല്ല റെസ്പോൺസോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച അത്ര ഒരു കളക്ഷനോ ഒന്നും അല്ലായിരുന്നു 2.0 കിട്ടിയിട്ടുള്ളത്. ഇനിയും ഇരട്ടി ബഡ്ജറ്റിൽ രജനീകാന്ത് ഈ ഒരു ടൈപ്പിൽ 3.0 ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ തന്നെ വളരെ കുറവാണ്. സംഭവിക്കാനുള്ള ചാൻസസും വളരെ കുറവാണെന്ന് തന്നെ പറയാം. അടുത്തതായി ചോദിച്ചുള്ളത് അല്ലു അർജുൻ്റെ രാഗ എന്ന ചിത്രത്തെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ്. അല്ലു അർജുന പുഷ്പ 2 ഹിന്ദിയിൽ നിന്ന് ഏകദേശം 800-900 കോടി രൂപയ്ക്ക് അടുത്തോളം ഹിന്ദിയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ ആ ഒരു നോർത്ത് പ്രദേശങ്ങളിലൊക്കെ അല്ലു അർജുന് വമ്പൻ ഫാൻ ബേസ് തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം രാഗ എന്ന ചിത്രത്തിന്റെ നോർത്ത് ഇന്ത്യയിലുള്ള തിയേറ്ററിക്കൽ റൈറ്റ്സിന് വേണ്ടി ഭയങ്കര രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ ഒക്കെ തന്നെയാണ്. പ്രീമിയം പ്രൈസ് ഓഫ് ഓഫേഴ്സ് ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ചോദിച്ചുള്ളത് വിനയൻ്റെ ഡയറക്ടോറിയലിലെ അടുത്ത പടം ഏതാണെന്നാണ്. നിലവിൽ ലൈനപ്പായിട്ട് പുള്ളി അനൗൺസ് ചെയ്തിട്ടുള്ളത് അത്ഭുത ദ്വീപിൻ്റെ 2ാം ഭാഗവും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അതിശയൻ എന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ഒഫീഷ്യൽ കൺഫർമേഷൻ വരാതെ ഇടണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. അടുത്തതായി ചോദിച്ചുള്ളത് സൽമാൻ ഖാൻ്റെ കിക്ക് 2 എന്ന ചിത്രത്തിൻ്റെ റിലീസിനെ പറ്റിയാണ്. അടുത്ത വർഷം ഈദിനൊക്കെ ആയിട്ട് ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തതായി ചോദിച്ചുള്ളത് സൂര്യയുടെയും വെട്രിമാരൻ്റെയും ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടുള്ള ബാഡിവാസൽ എന്ന ചിത്രത്തെ പറ്റിയാണ്. ഇതിനെപ്പറ്റി റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റിൽ വെച്ച് വെട്രിമാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പാസ് എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ഈ ഒരു ചിത്രം കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ വരാൻ ഡിലേ ആകുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തതായി ചോദിച്ചുള്ളത് ബാഹുബലി 3യെ പറ്റിയൊരു അപ്ഡേറ്റ് ആണ്. രാജമൗലിയുടെ ഒരു കോൺസെപ്റ്റിലുള്ള ബാഹുബലി എന്ന ഒരു ഫ്രാഞ്ചൈസ് പ്രോപ്പർ കൺക്ലൂഷനോടെ പുള്ളി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ നടന്ന സംഭവമായിരുന്നു ബാഹുബലി 3 നെറ്റ്ഫ്ലിക്സ് ഒക്കെ ചെയ്യാൻ തീരുമാനിച്ചത്. നല്ലൊരു ബഡ്ജറ്റിൽ എടുത്ത പടം പകുതിയൊക്കെ ആയപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് എടുത്താൽ കൂടില്ല എന്ന് പറഞ്ഞ ആ ഒരു പടമൊക്കെ പിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി രാജമൗലിയുടെ ഒരു തോട്ട് പ്രോസസ്സിൽ തന്നെ ബാഹുബലി 3 ഒക്കെ വരുവാണെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ കാണുന്നുള്ളൂ. അടുത്തതായി ചോദിച്ചിട്ടുള്ളത് കൽക്കി 2നെ പറ്റിയാണ്. ഈ ഒരു ചിത്രത്തിൽ പ്രഭാസും DQയും കൂടാതെ തന്നെ കമലഹാസനും എല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് വമ്പൻ രീതിയിൽ തന്നെ ഇപ്പോൾ ഷൂട്ട് പരിപാടികളൊക്കെ തന്നെ നടന്നു പോവുകയാണ്. അടുത്തതായി ചോദിച്ചിട്ടുള്ളത് കാഞ്ചന 4 ആണ്. ഇതിൻ്റെ ഏകദേശം ഒരേ അവസ്ഥ തന്നെയാണ്. വമ്പൻ ഗ്രാൻഡ് ആയിട്ടുള്ള രീതിയിൽ കുറേ ദിവസങ്ങൾ ഏകദേശം 100-115 ദിവസങ്ങളോളം വലിയ രീതിയിൽ ഷൂട്ടിംഗ് ഒക്കെ ഈ ഒരു ചിത്രത്തിൻ്റെ കാര്യം ഇപ്പോൾ നടന്നു പോവുകയാണ്. അടുത്തതായി ചോദിച്ചുള്ളത് ഹിറ്റ് 4 എന്ന ചിത്രത്തെ പറ്റിയാണ്. ഹിറ്റ് 4ൽ ഇനിയും പ്രധാന ലീഡിൽ വരാനിരിക്കുന്നത് കാർത്തിയാണ്. പുള്ളിയുടെ ലൈനപ്പിൽ ഈ ഒരു പടം ഉണ്ടെങ്കിലും ഉടനെ ഒന്നും ഈ ഒരു ചിത്രം വരില്ല എന്നാണ് തോന്നുന്നത്. കാരണം പുള്ളിയുടെ ഇപ്പോൾ റീസെൻ്റ്ലി അടുത്തടുത്ത സിനിമകളുടെ അപ്ഡേറ്റ് വരുന്നതോറും ഹിറ്റ് 4നെ പറ്റിയുള്ള ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇതുവരെയായിട്ടും പുറത്തിറക്കിയിട്ടില്ല. അടുത്തതായി ചോദിച്ചുള്ളത് ബ്രഹ്മാസ്ത്ര 2ൻ്റെ അപ്ഡേറ്റും പുഷ്പ 3യുടെ അപ്ഡേറ്റും പിന്നെ പള്ളിച്ചാട്ടമ്പിയെ കുറിച്ചൊക്കെയാണ്. ഇതിൽ പുഷ്പ 3യെയും ബ്രഹ്മാസ്ത്രനെ പറ്റി ഞാൻ റീസെൻ്റ്ലി ഉള്ള വീഡിയോസിൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ പള്ളിച്ചാട്ടമ്പിയെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയാൻ പറ്റിയില്ല. ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി പറഞ്ഞേക്കാം. കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു 10-11 കോടി രൂപയ്ക്ക് അടുത്തോളം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വേൾഡ് ഒരു 15-20 കോടി രൂപ റേഞ്ചിലൊക്കെ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. എന്തായാലും ചിത്രം നല്ലൊരു ബഡ്ജറ്റ് വന്നുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രോപ്പർ സക്സസ്സിലോട്ട് എന്തായാലും ഈ ഒരു ചിത്രത്തിനൊന്നും എത്താൻ സാധിച്ചിട്ടില്ല. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ധ്രുവ നക്ഷത്രം എന്ന ചിത്രത്തിൻ്റെ റിലീസിനെ പറ്റിയാണ്. ഈ ഒരു റിലീസ് ഏകദേശം ഉറപ്പിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഗൗതമേനെ തന്നെ ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവ് ആക്കിയിട്ടുണ്ട്. മോസ്റ്റ്ലി വരുന്ന ജൂൺ 15-നൊക്കെ ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാകുമെന്നൊക്കെ തന്നെ ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ധനുഷ് നായകനായി പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു കാര എന്ന ചിത്രം. ചിത്രത്തിന് അത്ര കണ്ട മികച്ച റെസ്പോൺസ് ഒന്നും അല്ലായിരുന്നു കിട്ടിയിട്ടുള്ളത്. എങ്കിലും ചിത്രത്തിന് വേൾഡ് വൈഡ് കളക്ഷൻ ഓപ്പണിംഗ് നേടിയെടുക്കാൻ സാധിച്ചുള്ള ഏകദേശം 9,85,00,000 രൂപയായിരുന്നു. ചിത്രത്തിൻ്റെ ഒറ്റയുള്ള അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത്. നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നോബഡി. ചിത്രത്തിൻ്റെ ടീസറും പരിപാടികളൊക്കെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുവരെ വന്ന ഒരു ചിത്രങ്ങളുടെ മെറ്റീരിയൽ വെച്ച് ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു ഐറ്റം തന്നെയായിരിക്കും വരിക എന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടൊരു കാര്യം തന്നെയാണ്. ഞാനായിട്ട് ലേറ്റസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ജൂലൈ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ജൂലൈ വന്നു കഴിഞ്ഞാൽ ദിലീപ് ഏട്ടനുമായിട്ടൊരു ചിത്രമായിട്ട് ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ജൂലൈയിൽ ഉണ്ടായിരിക്കും എന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. ഇനി നീക്കം എന്ന ചിത്രത്തിൻ്റെ റിലീസും ജൂലൈ 4 വരുമോ ഇല്ലയോ എന്നൊക്കെ തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പിന്നെ ഇന്നലെ OTT റിലീസിനെത്തിയിട്ടുള്ള ആട് ചിത്രം ജസ്റ്റ് 7 മണിക്കൂറും കൊണ്ട് തന്നെ 100 മില്യൺ+ സ്ട്രീമിംഗ് മിനിറ്റ്സ് സ്വന്തമാക്കി അങ്ങനെ അടുത്തൊരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം
കൺഫേം ആക്കിയിരിക്കുകയാണ്. എല്ലാവരെയും തന്നെ കാത്തിരുന്നിട്ടുള്ള ഒരു രാംചരൺ ചിത്രമാണ് പെഡി എന്ന ചിത്രം. പുള്ളി നടയിൽ തന്നെ ഫിസിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നടയിൽ തന്നെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ റിലീസ് ഏകദേശം ജൂൺ 25 ലോക്കായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു ടോക്സിക് എന്ന വലിയൊരു ചിത്രത്തിൻ്റെ റിലീസൊക്കെ മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ഒന്ന് പ്രീപോണ്ട് ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം വരുന്നത് ജൂൺ 4 റിലീസിനെത്തുമെന്ന് ഒഫീഷ്യൽ തന്നെ ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടനും മമ്മൂക്കയും പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള ഒരു വമ്പൻ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു പാട്രിയോട്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് കേട്ട് ശരിക്കും ഞാൻ ഞെട്ടി. ഏകദേശം 125 കോടി രൂപയ്ക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റായി വരുന്നത്. ചിത്രത്തിൻ്റെ റെസ്പോൺസ് വന്നപ്പോൾ ഒരു ആവറേജ്, ബിലോ ആവറേജ്, മിക്സ്ഡ് റെസ്പോൺസിൽ മാത്രം ഒതുങ്ങിപ്പോയി. ഒരുപക്ഷെ മികച്ച റെസ്പോൺസ് ആയിരുന്നെങ്കിൽ ഈ ലെവലൊന്നും അല്ലായിരുന്നു ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ കളക്ഷൻ കിട്ടേണ്ടിയിരുന്നത്. ചിത്രത്തിൻ്റെ കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ ഏകദേശം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രം കേരളത്തിൽ നിന്ന് ഏകദേശം 9 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി റേഞ്ചിലൊക്കെ കളക്ഷൻ നേടുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഏകദേശം ഫസ്റ്റ് ഡേ കളക്ഷൻ ഏകദേശം 35 കോടി രൂപ റേഞ്ചിൽ കളക്ട് ചെയ്യുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ചിത്രത്തിൻ്റെ സെക്കൻഡ് ഡേ പ്രീ സെയിൽ കളക്ഷൻ ഇപ്പോൾ തന്നെ 8 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിത്രം ജസ്റ്റ് 2 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 50 കോടി കളക്ട് ചെയ്യുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടൊരു കാര്യം തന്നെയാണ്. എന്തായാലും ചിത്രം തിയേറ്ററിൽ വിജയിക്കുന്ന നല്ലൊരു ഹ്യൂജ് നമ്പർ ഓഫ് കളക്ഷൻ തന്നെ ആവശ്യമായി വരും. എന്തായാലും ഈ ഒരു ചിത്രം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മികച്ചൊരു തുടക്കവും മികച്ചൊരു കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കുക.